അതുല്യനായി കണ്ടു. എന്ന് വെച്ചാൽ അമ്മയുടെ സഹോദരൻ്റെ പുത്രനായി കണ്ടു, പ്രിയനായി കണ്ടു, ദൂതനായി കണ്ടു, മന്ത്രിയായി കണ്ടു, സാരഥിയായി കണ്ടു. പക്ഷെ നിങ്ങൾ ആരായി കണ്ടില്ല? സർവാത്മന സമദൃശോ ഹ്യദ്വയസ്യാനഹംകൃതേഹി ഹി അദ്വയസ്യാനഹംകൃതേ തൽകൃതം മതിവൈഷമ്യം നിരവധ്യസനക്കൊതിൽ. സർവാത്മന, എന്ത് ശബ്ദം, എത്ര ക്ലിയറാണ് നോക്കൂ. ആരായി കണ്ടില്ല? എല്ലാവരുടെയും ആത്മാവായി കണ്ടില്ല. സമദൃശോ, എല്ലാവരോടും ഒരേപോലെ നോക്കുന്ന ആളാണെന്ന് കണ്ടില്ല. ഹി അദ്വയൻ, അദ്വയൻ എന്ന് പറഞ്ഞാൽ രണ്ടെന്നില്ലാത്തവൻ എന്ന് വെച്ചാൽ എല്ലാവരിലും ഒന്നായിട്ടിരിക്കുന്നവൻ. ഈ രീതിയിലൊന്നും നിങ്ങൾ കണ്ടില്ല. ഭഗവാനാണെങ്കിലോ മതിവൈഷമ്യം എന്ന, മതിക്ക് ഒരു വൈഷമ്യവുമില്ല. പ്രിയനെന്നോ അപ്രിയനെന്നോ ഇല്ല. നിങ്ങളോട് എത്ര പ്രിയമുണ്ടോ അത്രയും പ്രിയം കൗരവരോടും ഉണ്ട്. ഭഗവാന് ആരും ശത്രുക്കളായിട്ട് ഇല്ല. പക്ഷെ നിങ്ങൾ വിചാരിച്ചു നിങ്ങളോടൊരു പ്രത്യേകതയുണ്ട്, കൗരവന്മാരോട് ഭഗവാന് ശത്രുതണ്ട് എന്നൊക്കെ ഇങ്ങോട്ട് കരുതി. നിങ്ങൾ താത്വികമായി ഭഗവാനെ കണ്ടില്ല. നിങ്ങൾ കേവലം ഒരു കുറെ കഴിവുള്ള ഒരാളായിട്ട് നിങ്ങൾ ഭഗവാനെ കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏത് രൂപത്തിലാണ് ഭഗവാനെ ഭീഷ്മാചാര്യൻ കണ്ടിരിക്കുന്നത്? തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനായിട്ട് ആരെ കാണാൻ സാധിച്ചു? ഇതാണ് നോക്കൂ ഭീഷ്മ പിതാമഹൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ലൗകിക ജീവിതത്തിൽ നമ്മൾ തളരാൻ കാരണം, പലപ്പോഴും നമുക്ക് വിഷമങ്ങളെ കൊണ്ട് നമ്മൾ പതറാൻ കാരണം നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളത് തോന്നുകയാണ്. നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു തോന്നുകയാണ്. ഭൗതികമായ സുഖങ്ങളോ എന്തൊക്കെയോ നഷ്ടപ്പെടുകയാണ് തോന്നുകയാണ്. നമ്മൾ കുട്ടിക്കാലത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ എപ്പോഴും ഭഗവാനുണ്ട്. സുഖം എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തിൽ വല്ലതും കിട്ടുന്നതിലല്ല. സുഖം എന്ന് പറയുന്നത് മനസ്സ് ഭഗവാൻ കൂടെയുണ്ട് എന്ന ബോധത്തിൽ, ധൈര്യത്തിൽ ജീവിക്കുമ്പോഴാണ്. ആത്മബലത്തിലാണ് സുഖം, ലൗകിക വസ്തുക്കളിലല്ല സുഖം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇതാണ് മഹാഭാരതവും ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസം. ശ്രദ്ധിക്കണേ പറയുന്നത്. മഹാഭാരതം, പ്രത്യേകിച്ച് ഗീത, അതിൽ വരുന്ന ഗീതയുണ്ടല്ലോ, ഗീതയുടെ സന്ദേശം, മഹാഭാരതത്തിൻ്റെ സന്ദേശം ജയ ജയ ജയ, ജയം ജയം ജയം. ഭൗതികമായിട്ട് എങ്ങനെ ജയിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഭാഗവതത്തിൻ്റെ സന്ദേശം തപ തപ തപ. ബ്രഹ്മാവ് തപസ് ചെയ്തു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ കണ്ടില്ല. ഒരു അശരീരി കേട്ടു എന്നാണ്. എന്താ അശരീരി? 16:21 16:21. അതിലേക്ക് വരും നമ്മൾ. ആ ശബ്ദത്തിനർത്ഥം തപ തപ തപ. ഞാൻ കൂടുതൽ ഇപ്പോൾ വിസ്തരിക്കുന്നില്ല, ആ സമയത്ത് കൂടുതൽ വിസ്തരിക്കാം. തപ തപ. അങ്ങനെ തപസ് ചെയ്തിട്ട് ആരെ കണ്ടെത്തി? ഭഗവാനെ അനുഭവിച്ചു, ഭഗവാനെ അറിഞ്ഞനുഭവിച്ചു. എന്നിട്ടാണല്ലോ ചതുശ്ലോകി ഭാഗവതമൊക്കെ വരുന്നത്. ഞാൻ അതിലേക്ക് പിന്നീട് കടക്കാം. ഏതായാലും ഇത്രയും മനസ്സിലാക്കൂ. ഗീത ജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഗവതം തപസ്സിനെ കുറിച്ച് പറയുന്നു. ഒരു വ്യക്തിയുടെ ജീവിതം ബാലൻസ്ഡ് ആവണമെങ്കിൽ അവന് ജയവും വേണം, അവന് തപസ്സും വേണം. ഇതാണ് കൂർമോങ്കാനീവ. ജയം വേണമെങ്കിൽ ഭൗതിക ലോകത്തിലേക്ക് മനസ്സ് തിരിയണം. മനസ്സ് ബാലൻസ്ഡ് ആവണമെങ്കിൽ തപസ്സിലൂടെ ആരിലേക്ക് തിരിയണം? മനസ്സ് ഭഗവാനിലേക്ക് തിരിയണം. ഇത് രണ്ടും കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അവനെ സംബന്ധിച്ച് കുറ്റബോധം കൊണ്ട് തളരേണ്ടി വരില്ല. ഇവിടെ ഭീഷ്മ പിതാമഹൻ തളർന്നില്ല. ആര് തളർന്നു? അധർമ്മത്തിൻ്റെ കൂടെ നിന്ന, വാസ്തവത്തിൽ ഗംഗാദേവിയുടെ പുത്രനാണ്, അധർമ്മത്തിൻ്റെ കൂടെ നിന്ന സർവത്യാഗങ്ങളും ചെയ്ത ഭീഷ്മ പിതാമഹൻ തളർന്നില്ല. എന്നാൽ കൃഷ്ണന്റെ കൂടെ നടന്ന ധർമ്മപുത്രൻ തളർന്നു. കാരണം ശരീരം കൊണ്ട് കൗരവരുടെ അധർമ്മത്തിന് കൂട്ടുനിൽക്കുമ്പോഴും മനസ്സിനെ കൗരവർക്ക് വിട്ടുകൊടുത്തില്ല പറയാണ്. മനസ്സെവിടെയായിരുന്നു? മനസ്സുകൊണ്ട് തപസ്സും ശരീരം കൊണ്ട് കൗരവരുടെ വിജയത്തിൻ്റെ കൂടെ നിന്നു. ആര്? ഭീഷ്മ പിതാമഹൻ. ഈ ലോകത്തിൽ നമുക്കുള്ളൊരു സന്ദേശം ഇതാണ്. ലോകത്തിന് നമ്മൾ കൊടുക്കേണ്ടത് എന്തുമാത്രം? ശരീരം മാത്രം. എന്തിനെ കൊടുക്കരുത്? മനസ്സിനെ കൊടുക്കരുത്. നമ്മളൊക്കെ ജീവിതത്തിലുണ്ടല്ലോ പലപ്പോഴും പതറിപ്പോകുന്നത് ശരീരത്തിൻ്റെ കൂടെ ആരും പോണു? മനസ്സും പോണു. നമുക്കത് വേർതിരിക്കാൻ പറ്റുന്നില്ല. ആദ്യം നമുക്ക് കൊണ്ടുവന്ന ഭഗവാനിൽ പിടിച്ചു കെട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ, തപസ്സെന്ന് പറഞ്ഞാൽ അർത്ഥം ഹിമാലയ സാനുക്കളിൽ പോയി ഒരു ഗുഹയിലിരിക്കുക നല്ല അർത്ഥം. തപസ്സെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനെ എപ്പോഴും ആരിലേക്ക് കൊണ്ടുവരണം? ഭഗവാനിലേക്ക്. അതിന് നേരത്തെ തന്നെ മനസ്സിലാവണം എന്ത്? ശരീരം പ്രകൃതിയിൽ നിന്ന് വന്നതാണ്, അത് തിരിച്ച്
പ്രകൃതിയിലേക്ക് പോവും. എന്നാൽ മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അത് തിരിച്ചു പോവേണ്ടതും ഭഗവാനിൽ. ഇതെങ്ങനെ ഭീഷ്മർക്ക് സാധിച്ചു? ഭീഷ്മ പിതാമഹൻ ഭാഗവതം നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു എന്നാണ്. ഗംഗാദേവിയിൽ നിന്നും ഭാഗവതം മനസ്സിലാക്കിയിരുന്നു. ആര് പറഞ്ഞു? സ്വാമി വെറുതെ ഒരു അടിച്ചു വിടരുതേ, ഭാഗവതത്തിലുണ്ട്. യമരാജാവ് പറയുന്നുണ്ട് 12 പേര് ഭാഗവതം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അത് വരുന്ന സമയത്ത് ഞാൻ വിസ്തരിക്കാം. 6-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്. യമരാജാവിൻ്റെ അടുത്ത് യമദൂതന്മാർ ചെന്ന് ചോദിക്കുമ്പോൾ പറയും, ദ്വാദശേതേ വിജാനീമോ ധർമ്മം ഭാഗവതം ബട. ഇത്തിരി ഭാഗവത പരിചയമുള്ളവർക്ക് വേഗം മനസ്സിലാവും. അല്ലാത്തവർ വിചാരിക്കും സ്വാമി ഇപ്പോൾ എവിടുന്ന എന്താ പറയുന്നത്. ഇത് 6-ാമത്തെ സ്കന്ധത്തിലാണ്. അപ്പം ഞാൻ കൂടുതൽ അവിടെ വെച്ച് പറഞ്ഞുതരാം. ഏതായാലും 12 പേര് ഭാഗവതം മനസ്സിലാക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ് പറയണു? സ്വയംഭൂ നാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലീ വയ്യാസകീ വയം ദ്വാദശേതേ വിജാനീമോ ധർമ്മം ഭാഗവതം ബട ശുദ്ധം വിശുദ്ധം ദുർബോധം യജ്ഞാത്വ അമൃതമശ്നുതേ. 12 പേര് ഭാഗവതം മനസ്സിലാക്കിയതിൽ ഒരാള് ഭീഷ്മാചാര്യനാണ്. അപ്പോൾ ഭീഷ്മാചാര്യൻ തളരാത്തതിന് കാരണം, ധർമ്മപുത്രർ തളർന്നതിന് കാരണം ഭാഗവതം മനസ്സിലാക്കില്ലേ. അതുകൊണ്ട് നിങ്ങളൊന്നും തളരില്ല. കാരണം നിങ്ങളെല്ലാം ഭാഗവതം മനസ്സിലാക്കുകയാണ്. ഭാഗവതം മനസ്സിലാക്കിയവരൊന്നും തളരില്ല എന്ന് ഉറപ്പ് പറയാണ്. അതുകൊണ്ട് പറയുന്നു, ഉണ്ണി ഭഗവാൻ കൂടെയുണ്ടെന്ന് ഇനി കൊണ്ട് ഉറപ്പിക്കണം. ഇതെല്ലാം ഒരു പ്രകൃതിയുടെ നിയോഗം. ചില തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ചില സന്ദർഭങ്ങളിലൊക്കെ തെറ്റ് ചെയ്തേ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് സത്യം പറയാൻ പറ്റില്ല. പറ്റൂ? സുഖമില്ലാത്തൊരാൾ, അച്ഛൻ മരിച്ചു കിടക്കണു. അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ്, ഹാർട്ട് അറ്റാക്കായിട്ട്. മകൻ ആക്സിഡൻറ്റിൽ പെട്ടുപോയി, മകൻ മരിച്ചു. ഈ മകൻ്റെ മരണം അച്ഛനോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എന്താ പറയുക അച്ഛനോട്? ഉണ്ണി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഒന്നും പറയാൻ പറ്റില്ല. പല സന്ദർഭങ്ങളിലും പലരും അനുഭവിക്കുന്ന വൈഷമ്യങ്ങളാണത്. ചില സത്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മൾ നുണയല്ലേ പറയുന്നത്? പറയണ വ്യവഹാരത്തിൽ പലപ്പോഴും അധർമ്മങ്ങളൊക്കെ സംഭവിച്ചു പോവും, തെറ്റുകൾ സംഭവിക്കും. പക്ഷേ തെറ്റുകൾ എന്ത് സംഭവിച്ചാലും ഒരു പരമസത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കണമെങ്കിൽ ആ മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരണം? ഭഗവാന്റെ നിശ്ചയമാണ്. അതങ്ങനെ നടന്നു കഴിഞ്ഞു. നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ, തെറ്റുകൾക്ക് ശിക്ഷിക്കുന്നവരല്ല, തെറ്റിൽ നിന്നും മനുഷ്യ മനസ്സിനെ ഉയർത്തുന്നവരാണ്. എത്രയോ ക്രൂരത ചെയ്ത, എത്രയോ തെറ്റുകൾ ചെയ്ത് ജീവിച്ച രത്നാകരനോട് സപ്തർഷികൾ പറയുന്നത്, ഈ തെറ്റിൽ നിന്നൊക്കെ മുക്തമാവാൻ നിന്റെ മനസ്സിന് സാധിക്കും. നീ ചെയ്തു കൂട്ടിയ എല്ലാ വൃത്തികേടിൽ നിന്ന് നിന്റെ മനസ്സിനെ മുക്തമാക്കാൻ സാധിക്കും. നീ ആരിലേക്ക് തിരിയണം? രാമനിലേക്ക് തിരിയണം. അതല്ലേ വാൽമീകി രാമായണം അല്ലേ? അങ്ങനെയാണല്ലോ നമുക്ക് വാൽമീകി കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ അനവധി മഹാത്മാക്കൾ, അവരൊക്കെ തെറ്റിൽ നിന്ന് തിരിഞ്ഞവരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ, വളരെ പ്രസിദ്ധമായിരിക്കുന്ന രാമചരിതമാനസ് എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. എഴുതിയിരിക്കുന്നത് തുളസീദാസിയാണ്. അദ്ദേഹം ഒരു ഓഫനായിരുന്നു. അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് മരിച്ചുപോയി. ഒരു സന്യാസിയാണ്, സ്വാമിയാണ് എടുത്ത് വളർത്തിയത്. നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഒരു വീടൊക്കെ ശരിയാക്കി കൊടുത്തു അദ്ദേഹം. അങ്ങനെ ഭാര്യയോടൊത്തുള്ള ജീവിതം. ഇദ്ദേഹത്തിന് എന്തോ അറിയില്ല, ഭാര്യയോട് വലിയ ആസക്തി കൊണ്ട് വന്നു. കാരണം കുട്ടിക്കാലത്ത് അമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ല, അമ്മയുടെ ലാളന അനുഭവിച്ചിട്ടില്ല. ഇപ്പം ഈ ഭാര്യയുടെ സാന്നിധ്യമുണ്ട്, സാമീപ്യം, ഇയാൾക്ക് വിട്ടുപോകാൻ പറ്റില്ല. കുറച്ചൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ കാശുണ്ടാക്കുക. അതുകൊണ്ടൊക്കെ അങ്ങനെ ജീവിച്ച് ഭാര്യയെ ഒട്ടി ജീവിച്ചപ്പോൾ ഭാര്യയ്ക്ക് വലിയൊരു തലവേദനയായി തീർന്നു ഇയാൾ. ഒരിക്കൽ ഭാര്യയുടെ അമ്മ സുഖമില്ലാതെ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനൊന്ന് പോയി കണ്ടോട്ടെ അമ്മയെന്ന്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, നീ എന്നെ വിട്ടിട്ട് പോകണ്ട, നീ അമ്മയൊന്നും കാണണ്ട, അമ്മയുടെ അസുഖം മാറിക്കോളും, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന്. ഭാര്യയെ വിട്ടില്ല. ഭാര്യ പറഞ്ഞു, എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ, അമ്മയെ കണ്ടേ പറ്റുള്ളൂ, നിങ്ങൾ വരണ്ട, പ്ലീസ് എന്നെ ഒന്ന് പോയി കാണാൻ അനുവദിക്കൂ. അങ്ങനെ ഭാര്യയ്ക്ക് സമ്മതം കൊടുത്തില്ലേ. പക്ഷെ ഭാര്യ പോയി, എനിക്ക് അമ്മയെ കാണണമെന്ന്. ഭാര്യ പോയി ഒരു പുഴ കടന്നിട്ട് വേണം പോകാൻ എത്രേ ഭാര്യയുടെ വീട്ടിലേക്ക്. ഇദ്ദേഹത്തിന് രാത്രി കടന്നോണ്ട് ഉറക്കം വരുന്നില്ല, ഭാര്യയില്ലല്ലോ. പുഴ കടന്ന് നീന്തി കടന്ന് അക്കരെ എത്തി നനഞ്ഞു കുതിർന്ന ഭാര്യയുടെ വീട്ടിലെത്തുന്ന സമയത്ത് വാതിലിൽ മുട്ടിയപ്പോൾ ഭാര്യ വാതിൽ തുറന്നു. അന്നൊന്നും വിളിച്ചില്ലല്ലോ. വിളക്ക് കൊളുത്തിയിട്ട് മുഖത്തേക്ക് നോക്കുമ്പം ആകെ നനഞ്ഞ് ഒലിച്ചിരിക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകൾ ഇതാണത്രേ, നാണമില്ലേ ഈ ശവത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ കൊതികൂടെ നടക്കാൻ? ഇതൊരു ശവമാണ്,
മൂത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പെട്ടിയാണിത്. ഇതിൻ്റെ പിന്നാലെയാണോ നിങ്ങൾ ഇത്ര ആസക്തനായിട്ട് വന്നിരിക്കുന്നത്? ആ ഒരു മനസ്സ് രാമനിലേക്ക് തിരിച്ചിരുന്നെങ്കിൽ ഈ ജന്മം നിങ്ങൾക്ക് രാമനെ കണ്ട് സായുജ്യമടയാൻ പറ്റില്ലേ? കൊടുത്തൊരു കുത്തുവാക്ക്. അദ്ദേഹത്തിന് അങ്ങനെ ഷോക്ക് ഏൽക്കുന്ന പോലെയാണ് ഭാര്യയുടെ വാക്കുകൾ. തല ഇങ്ങനെ തരിക്കുന്ന പോലെ തോന്നി. പിന്നെ അദ്ദേഹത്തിന് മനസ്സിന് ഭയങ്കര ശക്തി വന്നു. എന്തോ ഭാര്യ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന്. അവിടുന്ന് ഭാര്യയെ തൊഴുതു, ഇറങ്ങി വീണ്ടും ഇക്കരയ്ക്ക് കടന്നു, നടക്കാൻ തുടങ്ങി. ഒരു ഗുരുവിനെ കണ്ടെത്തുന്നത് വരെ അന്വേഷണം. അങ്ങനെ ഗുരുവിനെ കണ്ടെത്തി. ഭഗവാൻ ശ്രീരാമൻ സ്വാമി തന്നെ ഗുരുവിൻ്റെ രൂപത്തിൽ വന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് തപസ് ചെയ്ത് തൻ്റെ മനസ്സിൽ നാമം ജപിച്ച് രാമനെ കണ്ടേ അടങ്ങുള്ളൂ എന്ന്. അങ്ങനെ ശ്രീരാമസ്വാമി തന്നെ മറ്റൊരു ഗുരുവിൻ്റെ രൂപത്തിൽ വന്ന് രാമായണം ഉപദേശിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിനോടത് എഴുതാൻ പറയുന്നതാണ് രാമചരിതമാനസ്. ആ രാമചരിതത്തിൽ ആദ്യം തന്നെ വന്ദിക്കുന്നത് ആരെയെന്നറിയോ? തൻ്റെ ഭാര്യയാണ്. ഭാര്യയോടാണ് ആദരവ് കാണിക്കുന്നത്. തൻ്റെ ജീവിതം പരിവർത്തനം വരുത്തിയത് ഭാര്യയാണ്. അപ്പോൾ ഇതാണ് ഭാരതീയ സംസ്കാരം. ഒന്നിനോട് ആസക്തി പൂണ്ട് പോയൊരു മനസ്സിനെ ശപിക്കുകയല്ല ചെയ്യുന്നത്. നീ തെറ്റാണ് ചെയ്യുന്നത്, നീ വൃത്തികേടാണ് ചെയ്യുന്നത്, ശപിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവരാ മനസ്സിനെ എങ്ങോട്ട് തിരിക്കണോ? ഭഗവാനിലേക്ക് തിരിക്കണോ. ഭീഷ്മാചാര്യൻ പറയണു, ഉണ്ണികളെ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ ആരിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടില്ല? കൂടെ ഭഗവാനുണ്ട് എന്നുള്ള ബോധത്തിൽ ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കുറ്റബോധം കൊണ്ട് തളരണു. ഞാൻ തളരാത്തതിന് കാരണം ശരീരം അധർമ്മം ചെയ്തിരിക്കാം, ശരീരം അധർമ്മത്തിൻ്റെ പക്ഷത്തിലിരിക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും പാടുകൾ, അതിൻ്റെ ഒന്നും നിഴലുകൾ എവിടെയില്ല? മനസ്സിലില്ല. മനസ്സെപ്പോഴും ഭഗവത് വിചാരത്തിലാണ് ഞാൻ കൊണ്ടു നടന്നത്. അതുകൊണ്ട് ഞാൻ തളർന്നിട്ടില്ല. കുട്ടികൾക്ക് മനസ്സിലായി, ശരീരമല്ല മനുഷ്യനെ തളർത്തുന്നത്, മനസ്സാണ്. അവിടെ വെച്ചിട്ട് ഭീഷ്മാചാര്യൻ്റെ മുഖത്ത് നോക്കി ഭഗവാൻ പറഞ്ഞു, ധർമ്മപുത്രർക്ക് ഉപദേശം ചെയ്യണം അവിടെ നിന്ന്. ഭഗവാൻ ഉപദേശിച്ചിട്ടും നേരെയാവാത്ത ധർമ്മപുത്രർ ഭീഷ്മാചാര്യൻ്റെ ഉപദേശം കേൾക്കുകയാണ്. എന്തെല്ലാം ഉപദേശം? ദാനധർമാൻ, രാജധർമാൻ, മോക്ഷധർമാൻ വിഭാഗശാം, സ്ത്രീധർമാൻ, ഭഗവൽ ധർമാൻ, ധർമാർത്ഥ കാമമോക്ഷാം ച തത്വവിൽ വർണ്ണയാമാസ. അതെല്ലാം വർണ്ണിച്ചു കൊടുത്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആരെ ആദരിച്ചത്? ഭീഷ്മരെ. ശരീരം കൊണ്ട് കൗരവപക്ഷത്ത് നിൽക്കുമ്പോഴും മനസ്സ് ഭഗവൽ അർപ്പിതമായി, ഒരു പരാതിയില്ലാതെ, ഒരു വിഷമങ്ങളും പറയാതെ. നമ്മളൊക്കെ ആയിരുന്നു ഭീഷ്മരുടെ സ്ഥാനത്തെങ്കിൽ ഭഗവാൻ കാണാൻ വന്നാൽ എന്താ പറയാന്നറിയോ? വേദന കൊണ്ട് കൃഷ്ണ. ആകെ പരാതിയാണ് അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണല്ലോ. വയസ്സായി കഴിഞ്ഞാൽ ശരീരവേദനകൾ നമ്മളെ അലട്ടും. നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ 3 ഘട്ടങ്ങളിലുണ്ടല്ലോ. നമ്മൾ 3 സ്ഥലങ്ങളിലാണ് മനസ്സ് വ്യാപരിക്കുന്നത്. കുട്ടികളായിരിക്കുന്ന സമയത്ത് മനസ്സ് കൂടുതൽ വ്യാപരിക്കുന്നത് വസ്തുക്കളിലൊക്കെയാണ്, വ്യക്തികളിൽ. ജോലി കിട്ടണം, പണം കിട്ടണം, അവർ വേണം, ഇവർ വേണം, ഫ്രണ്ട്സ് വേണം, ഇങ്ങനെ മനസ്സങ്ങനെ വ്യാപരിക്കും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് വ്യാപരിക്കുന്നത് ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, അതിൽ വ്യാപരിക്കാൻ തുടങ്ങി. പ്രായമായി കഴിഞ്ഞാൽ മനസ്സ് വ്യാപരിക്കുന്നത് ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ, മുട്ടുവേദന, തലവേദന. കാരണം മറ്റുള്ള വേദനകളൊക്കെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവനവൻ്റെ വേദനകൾ മാത്രമേ ഉള്ളൂ. കുട്ടിക്കാലത്ത് വസ്തുക്കളിൽ, യൗവനകാലത്ത് വ്യക്തികളിൽ, വാർദ്ധക്യകാലത്ത് ശരീരത്തിൽ. കുറേ കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. പണ്ടൊരു കാരണവർ പറഞ്ഞതുപോലെ മകൻ്റെ അടുത്ത് പോയതാണ് ബോംബെക്ക്. അവിടെ ചെന്ന് മരുമകൾ പറഞ്ഞു, അച്ഛൻ രാത്രിയെ കിടന്നോളൂ, കാരണം ഇവിടത്തേക്ക് ജീവിതം കുറേ വൈകിട്ട് കിടക്കുന്നതാണ്. അച്ഛൻ അധ്യാപകനായത് ഒരു മാഷൊക്കെയായിട്ട് ജീവിച്ച ആളാണ്. ഒരു 9 മണിയാകുമ്പോഴേ കിടന്നോളൂ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങോരാണെങ്കിൽ കിടക്കണില്ല. മകൻ പറഞ്ഞു, എന്താ അച്ഛാ, കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പം അടുത്ത കാലത്തൊരു പ്രശ്നം ഉണ്ടായിരിക്കണു മോനെ. എന്താ പ്രശ്നം? അമ്മ മരിച്ചേ പിന്നെ ഒരു പ്രശ്നം. എന്താന്ന് വെച്ചാൽ കട്ടിലിൻ്റെ മുകളിൽ കിടക്കാറില്ല. അപ്പം ഭാര്യയോട് പറഞ്ഞത് താഴെ വിരിച്ചു കൊടുക്കും അച്ഛനാണ്. താഴെ കിടന്നാലും ഇപ്പോൾ ഒരു ഉറക്കമൊന്നും ഇങ്ങോട്ട് ശരിയാവണില്ല. എന്ത് പറ്റി? കട്ടിലിൽ കിടന്നോളുന്ന അച്ഛൻ. കട്ടിലിൽ കിടന്നാൽ എനിക്കിങ്ങനെ ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് ഉരുണ്ട് വീഴും എത്രയാണ്. ഞാൻ താഴെ കിടന്നോളൂ അച്ഛാ. താഴെ കിടന്നാൽ ഉരുണ്ട് കയറാനും തുടങ്ങിയിരിക്കണമെന്ന്. അപ്പം മുകളിൽ കിടന്നാൽ ഉരുണ്ട് വീഴും. ഉരുണ്ട് കയറുക പറഞ്ഞാൽ മനസ്സിലായോ ഭാഷ? മസിൽ കയറുന്നതിനാണ് ഉരുണ്ട് കയറുക പറയുക. അത് ലോക്കൽ ഭാഷയാണത്. ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നിങ്ങളൊന്നും ചിരിക്കണ്ട, ഓരോന്ന് കയറാൻ വരും. അപ്പോൾ അറിയാം, ഈ പറഞ്ഞതൊക്കെ ശരി, ഞാനും എനിക്ക് നല്ല ഉറപ്പുണ്ട് വരും എന്നൊക്കെ ഉള്ളത്.